കർത്താവേ, നിൻ്റെ സന്നിധിയെ സമീപിക്കുന്ന ഞങ്ങളോട് കരുണ കാണിക്കണമേ. അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ തിരുശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. വചനക്കേൾവിയിലൂടെ നിൻ്റെ ജീവനിലേക്ക്, സമൃദ്ധിയായ ജീവനിലേക്ക് പ്രവേശിച്ച് കർത്താവിൻ്റെ ശാശ്വത പ്രകാശത്തിൽ ചരിപ്പാനിടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും, അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മണം. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും, അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം. നൂറ്റി 21 കൺവെൻഷനിൽ ദിനംതോറും ധ്യാനിക്കുന്ന 121 സങ്കീർത്തനം കുറച്ചുകൂടെ ധ്യാനനിരതരായി ഈ വർഷം ധ്യാനിക്കുന്നത് വളരെയധികം നല്ലതാണ്. മണിക്കൂറുകളനുസരിച്ചാണ് നമുക്ക് കാവൽ നിൽക്കുവാൻ ഒരാളെ ഏർപ്പെടുത്തിയാൽ അവരുടെ വേതനം നിശ്ചയിക്കപ്പെടുക. ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഗോഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻസോംനിയാക്. നിദ്രാവിഹീനമായ രാത്രികൾ, ഒരു പ്രതിഫലവും നാം കൊടുക്കുന്നുമില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ഉപകാരങ്ങൾ, സൗഖ്യങ്ങൾ, സഹായങ്ങൾ, വിടുതലുകൾ ദൈവകരങ്ങളിൽ നിന്ന് പ്രാപിച്ചിട്ടും നമ്മളേതെന്തൊക്കെയാണോ എന്നുള്ള കരുതലിൽ അതുമൂലം ദൈവം ചെയ്തു തരുന്ന ചില കാര്യങ്ങളെന്ന് ചിന്തിക്കുകയും ഉപകാരങ്ങളെ സ്മരിക്കാതെ നന്ദിയില്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും നന്നായി നന്ദി പറയുന്നത്, കടപ്പാടുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായി സംസാരിക്കുന്നത് ദാവീദ് രാജാവാണ്. ദൈവമേ, നീ എന്നോടും എൻ്റെ കുടുംബത്തോടും ചെയ്ത ഈ വലിയ ഉപകാരം, കൃപകൾ, ദാനങ്ങൾ, അത് പ്രാപിപ്പാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ഒരു രാജാവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ചെയ്തതൊന്നും പോരാ, അത്തരത്തിലാണ് നമ്മുടെ സമീപനം, നമ്മുടെ ഭാവങ്ങളെല്ലാം. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നാലും ദൈവം തമ്പുരാൻ ചെയ്തത് പോരാ എന്ന് ചിന്തിച്ച് അതൃപ്തി പ്രകടിപ്പിച്ച് സന്തോഷമില്ലാത്തവരായി, അസംതൃപ്തരായി കഴിയുന്ന നമ്മുടെ കാര്യത്തിൽ നിശ്ചയമായും വ്യത്യാസമുണ്ടാകുകയാണ്. 2 കാര്യങ്ങൾ വലിയ മെത്രാപ്പൊലീത്ത പറഞ്ഞു ചൊവ്വാഴ്ചത്തെ പ്രസംഗത്തിൽ. നാം ഇവിടെ വരുമ്പോൾ ദൈവഹിതം ആരായണം, ദൈവഹിതം അറിഞ്ഞാൽ അനുസരിക്കണം. ഇത് രണ്ടും നമ്മുടെ ഒരു ലക്ഷ്യം പോലുമല്ല. ഉദാത്തമായ ലക്ഷ്യങ്ങൾക്കെല്ലാം മങ്ങലേറ്റിരിക്കുന്നു. ദൈവഹിതം അറിയണമെന്നുള്ള അഭിവാഞ്ചയില്ല, അറിഞ്ഞാൽ അനുസരിക്കുകയുമില്ല. ഇങ്ങനെയാണ് ഒരാളതിനെ വിശേഷിപ്പിച്ചത്. ഇറ്റ് ഈസ് പോസിബിൾ, ഫേറ്റലി പോസിബിൾ ടു വർഷിപ്പ് ജീസസ് ആൻഡ് നോട്ട് ടു ഒബേ ഹിം. ഇതൊരു സാധ്യതയാണ്, അപകടകരമായ സാധ്യതയാണ്. ദൈവത്തെ ആരാധിക്കും, കഴഞ്ച് അനുസരിക്കുകയില്ല.
നാം എത്തിപ്പെട്ടിരിക്കുന്ന വിപത്ത്, അതിൻ്റെ പ്രധാന കാരണവും അത് തന്നെ. ദൈവത്തെ പേടിയുണ്ടെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ദൈവഹിതമാരായാനും അറിയാനും അനുസരിക്കുവാനും നമ്മെ തന്നെ അർപ്പിക്കുന്ന ദിനങ്ങളായി 121 കൺവെൻഷനിലെ സെഷൻസ് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മുൻപേ എത്രയോ അധികം ആളുകൾ കടന്നു പോയിരിക്കുന്നു ജീവിതപാതയിൽ. ചിലർ നിശബ്ദരായി പോകുന്നവരാണ്, ചിലർ ശബ്ദകോലാഹലത്തോട് നീങ്ങുന്നവരാണ്, ചിലർ ഏകാന്തപഥികരാണ്, ചിലർ കൂട്ടത്തോടെ പോകുന്നവരാണ്. എല്ലാവരുടെയും കാൽപ്പാടുകൾ നമുക്ക് ഈ മണലിൽ പതിഞ്ഞതായിട്ട് കാണുന്നില്ല, കണ്ടാലും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരുടെയും ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ വന്ന് വീഴുന്നില്ല. ചിലരുടെയൊക്കെ കാൽപ്പാടുകൾ, ചിലരുടെയൊക്കെ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ വീണ് പ്രതിധ്വനിക്കുന്നു. അവരെല്ലാം അധ്വാനിച്ചത്, ക്ലേശിച്ചത്, ത്യാഗം സഹിച്ചത്, ചിലരെല്ലാം ജീവനെ തന്നെ അർപ്പിച്ചത്, തങ്ങളോടൊത്ത് മുൻപോട്ട് പോകുന്ന സഹചാരികളായ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ കാലത്ത് ജീവിക്കുന്ന നമുക്ക് നാം പോകുന്ന ജീവിതപാതയിൽ ചെറിയ മൺചിരാതുകളെങ്കിലും കത്തിച്ച് അയക്കണം. നമ്മോട് കൂടെ നടക്കുന്നവർക്കായും നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയ്ക്കായും അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വെളിച്ചത്തിന്, കരുതലിന്, സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ച അഭിവന്യ ഡോക്ടർ സഖറിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത നമ്മെ വിട്ട് കർത്തൃസന്നിധിയെ പ്രാപിച്ചു കഴിഞ്ഞു. ആ ജീവിതത്തിനായും ജീവിത സാക്ഷ്യത്തിനായും അവശേഷിപ്പിച്ചിരിക്കുന്ന നല്ല സ്മരണകൾക്കായും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം 2 വിശ്വാസികളും ഒരു പുതപ്പും. 1 രാജാക്കന്മാർ 19 അധ്യായം 16 സാഫാത്തിൻ്റെ മകനായ എലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. എലിശയോട്, ഏലിയാവിനോട് കൊടുക്കുന്ന ദൈവകൽപ്പനയാണ്, നീ പോയി എലിശയെ നിൻ്റെ സ്ഥാനത്ത് പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ഇവിടെ നമുക്ക് ഇസ്രായേലിൻ്റെ 2 പ്രവാചകന്മാർ, യഹോവയോടുള്ള തീക്ഷ്ണതയിൽ, വിശ്വാസത്തിൽ തിളങ്ങി നിൽക്കുന്നതായ 2 കഥാപാത്രങ്ങൾ. 2 വിശ്വാസികളും ഒരു പുതപ്പുമെന്ന് കോളേജ് കുട്ടികൾ കേട്ടാൽ പറയും, എടാ അടിയുടെ ഒരു മണമുണ്ട് കേട്ടോ. കാരണം ഇഷ്ടം പോലെ പുതപ്പുണ്ടെങ്കിൽ തന്നെ അടിപിടിയാണ്. ഇവിടെ ആകെ 2 വിശ്വാസികളുണ്ട്, ഒരു പുതപ്പേ ഉള്ളൂ. എന്നാൽ ഇതിൽ നമ്മൾ വായിക്കുന്നത് അത്തരത്തിലുള്ള അടിയുടെ മണവുമില്ല, അടിപിടിയുമില്ല. ഒരാളുടെ അനുഗ്രഹം തൻ്റെ അനുഗാമിയുടെ അനുഗ്രഹമായി ഭവിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ 2 ആളുകൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൺഡേ സ്കൂൾ മുതൽ ഈ 2 പ്രവാചകന്മാരെക്കുറിച്ച്, അവരുടെ അനുഗ്രഹീത സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച്, പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ അവർ കണ്ടതായ അത്ഭുതങ്ങൾ, ദ പ്രൊവിഡൻഷ്യൽ കെയർ ഓഫ് ഗോഡ്, എത്രമാത്രം ദൈവം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും തികയാത്തതായ ഒരനുഭവം, അപര്യാപ്തത എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കീറുകീറുപ്പാണ്. അത് വസ്തു വീതം വെച്ചാലും, നമ്മുടെ വീട്ടിൽ വിവാഹം നടന്നു കഴിയുമ്പോൾ പല കുട്ടികളെ വിവാഹം ചെയ്തയക്കാനുണ്ടെങ്കിൽ അവർ തമ്മിലും പ്രയാസം വരാം. തനിക്ക് കൂടുതൽ കിട്ടുന്നു, ഒരാൾക്ക് കിട്ടുന്നില്ല. 2 വിശ്വാസികൾ ഒരു പുതപ്പ്.
ഒരു രാജാവ് നിശ്ചയിച്ചു തൻ്റെ മകൻ രാജകുമാരനെ ഗുരുകുലത്തിൽ അയക്കുക. കാട്ടിൽ കാൽനടയായി പോയി രാജകുമാരൻ. ഗുരുകുലത്തിലെത്തിയപ്പോൾ ചെരുപ്പില്ലാതെ നടന്ന ആ രാജകുമാരൻ്റെ കാലുകൾ ആകെ കൂടെ പ്രയാസമായി. കല്ലുണ്ട്, മുള്ളുണ്ട്, പറക്കാരെല്ലാം ഉണ്ട്. ഏതായാലും തിരികെ വന്ന രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. പ്രയാസമാണ് യാത്ര. അപ്പോൾ രാജാവ് കൽപ്പന അയച്ചു, രാജധാനി മുതൽ ഗുരുകുലം വരെയുള്ള കാട്ടിലെ റോഡിൽ പരവതാനി വിരിക്കുക. ഇത് കേട്ട ഗുരുകുലത്തിലെ ഗുരു പ്രതിവചിച്ചു, ഈ രാജാവിൻ്റെ മൂഢത ഭയങ്കരമാണ്. ഈ പരവതാനിക്ക് പകരം ഒരു കൂട്ടുചെരുപ്പ് രാജകുമാരൻ നൽകിയിരുന്നെങ്കിൽ ഈ അമിതവ്യയം, വെറും ചെലവ് ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയാലും പോരാ എന്ന്. തെക്കേ ഇന്ത്യയിൽ തന്നെ ഒരു സ്ത്രീ 2000 സാരി എന്ന് പറഞ്ഞ കാലം ഓർക്കുന്നു. ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു സ്ത്രീ 200 ജോഡി ചെരുപ്പുകൾ. ചെരുപ്പിൻ്റെ ഭ്രാന്ത്, സാരിയുടെ ഭ്രാന്ത്, ഓരോ തരത്തിൽ ഓരോ ഭ്രാന്താണ് ഓരോരുത്തർക്കും. നമുക്ക് ഇതിൽ ഈ ശിഷ്യന്മാർ സ്വഭാവ ശ്രേഷ്ഠതയിൽ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആളുകളാണ്. ദൈവ മനുഷ്യൻ എന്നവരെക്കുറിച്ച് പറയുന്നു. നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നാണക്കേടാണ്. ഓ ദൗ മാൻ ഓഫ് ഗോഡ്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂ. ആ ഒരു സംജ്ഞയിൽ നിന്ന് അകലുന്നു എന്ന് വരുമ്പോൾ നമ്മൾ കൺവെൻഷനിൽ പോയി ഏതൊക്കെ കേൾക്കും, ആകെപ്പാടെ ഒരു ഉണർവുണ്ടാകും, ദൈവത്തെ മറക്കുകയും ചെയ്യും. 122ാം കൺവെൻഷന് വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥനയും തുടങ്ങും. ഇതൊരു റൊട്ടീനായി, നമ്മുടെ ഒരു രീതിയായി, ചടങ്ങായി മാറുമ്പോൾ കാര്യമായി നമ്മുടെ ഹൃദയത്തെയോ ആളത്വത്തെയോ സ്പർശിക്കാതെ ഈ കൺവെൻഷനുകൾ പോകും. ഇതിൽ നിന്ന് മാറ്റം എങ്ങനെയാണ് വേണ്ടത്, ഏത് തരത്തിലാണ് സാമൂഹിക തിന്മകളോട് പൊരുതുന്നത്? ഡോക്ടർ ഡി ബാബു പോൾ സുന്ദരമായി അത് പറഞ്ഞു. സാമൂഹ്യ തിന്മ എന്നും പറഞ്ഞ് ഏതോ ഒരു മലയാണ്, ഇങ്ങാണ്ടിരിക്കുന്ന ഒരു പർവ്വതമാണെന്ന് തോന്നുന്നു. ഇതിൽ ഉൾപ്പെട്ട ഒരു കണ്ണിയാണ് ഞാൻ. ഈ തിന്മയെല്ലാം ഞാൻ മൂലം കൂടെയാണ് ഇത്ര ശക്തമായ ഒരു ശക്തിയായി ഇത് മാറിയിരിക്കുന്നത്. അവനവൻ്റെ വീട്ടിൽ സാധിക്കാത്തതെല്ലാം ഉമ്മൻചാണ്ടി സാധിച്ചു തരണം. നമ്മുടെ വീട്ടിലിത് നടക്കുന്നുണ്ടോ? മദ്യ നിരോധനവും വർജനവും. നിരോധനം ഉമ്മൻചാണ്ടി ചെയ്യട്ടെ, അതിൻ്റെ വർജനം നമ്മുടെ ഭവനങ്ങളിൽ ഗൃഹനാഥനും നായികയ്ക്കും ചെയ്യാൻ സാധിക്കും. ഇവിടെ അഭിഷേകം ചെയ്യാൻ ഏലിയാവ് വരുമ്പോൾ വയലിൽ നിന്നതായിട്ടുള്ള കാളയെ പൂട്ടിക്കൊണ്ട് വയലിൽ നിൽക്കുന്ന എലിശയെയാണ് കാണുന്നത്. ജീവിതത്തിൽ കാർഷിക മേഖലയിൽ ആ വയലിലേക്ക് നോക്കിയാൽ ഇന്ന് ആരെയും കാണുന്നില്ല. പച്ചപ്പെന്ന് പറഞ്ഞ ഒരു പങ്ക്തി ടി വിയിലുണ്ടെങ്കിൽ അതിൽ സന്തോഷമായ കാഴ്ചകൾ കാണാം. 10 സെൻറ്റിനകത്തു നിന്ന് 2000 പേർക്ക് വെജിറ്റബിൾ ഉണ്ടാക്കി സദ്യ വിളമ്പുന്നതായ വാർത്ത ഇന്ന് രാവിലെ കണ്ടു. നമുക്ക് വയലിൽ നിൽക്കുന്നത് മോശമാണ്, നമുക്കാകെ എല്ലാം മോശം. പക്ഷേ കർത്താവിൽ നിന്ന് അകന്ന അന്ധകാരത്തിൽ പാപത്തിൻ്റെ പിടിയിൽ ജീവിക്കുന്നതിന് യാതൊരു നാണവുമില്ല. നാണിക്കേണ്ടതിൽ അഭിമാനവും അഭിമാനിക്കേണ്ടതിൽ ലജ്ജയുമായിട്ട് കഴിയുന്ന ഒരു സമൂഹമാണ്. നമുക്കിങ്ങനെ പൊത്തുവരുത്തത്തിൽ പോയാൽ ഗതികേടിലായിക്കഴിഞ്ഞു. ഡൽഹി മുതൽ കാസർഗോഡ് വരെ ഇളകുന്നതിന് അധികം സമയം വേണ്ട. ദൈവത്തെ കൂടാതെ ആർക്ക് ഒരു നഗരം പണിയാൻ പറ്റും? ദൈവത്തെ കൂടാതെ ആർക്ക് അവനവൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ സാധിക്കും? ഏലിയാവും എലിശയും
യഹോവയോടുള്ള ഭക്തി തീക്ഷ്ണതയിൽ ജ്വലിക്കുന്നതായ 2 കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രത്തിൻ്റെ സ്മാരകത്തിനായിട്ടാണല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഉപകാരത്തിനുള്ള കൃതജ്ഞതയായിട്ടാണ് കോട്ടയത്തെ ഏലിയ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. പരിമലത്തിനുമേൽ യെരുശലേമിൽ പോയപ്പോൾ കപ്പൽ ഇളകുകയും ആടുകയും ചെയ്തപ്പോൾ അപകടങ്ങളുടെ മധ്യസ്ഥനായ ഏലിയാവെ വിളിച്ച് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കുള്ള ഉപകാര സ്മരണയാണ് ആ കത്തീഡ്രൽ. നമ്മുടെ അന്ത്യോക്യൻ തക്സായിൽ കുർബാന പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ആഹ്വാനത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ ഏലിയായുടേതാണ്. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ചെയ്യണം. നമ്മൾ ആഴ്ചതോറുമെങ്കിലും ഓർക്കുന്ന ഈ കാര്യങ്ങൾ. യഹൂദിനെ സംബന്ധിച്ച് പെസഹായിൽ ആ വിരുന്നിൽ ഒരു കസേരയിട്ടേക്കും ഏലിയാവ്. നമ്മുടെ ജീവിതത്തിൽ തലമുറയായി നീ ഞങ്ങൾക്ക് സങ്കേതമെന്ന് പറയുമ്പോൾ അത് മുൻ തലമുറക്കാർ എങ്ങനെ സാധിച്ച് നമ്മെ ഏൽപ്പിച്ചതാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ജീവിതത്തിലില്ല. ഈ തലമുറയിൽ ഇത് കരിന്തിരിയരികയാണോ, അതോ അടുത്ത തലമുറയ്ക്ക് ഈ വാചകം ഉദ്ധരിക്കാൻ സാധിക്കുമോ? പ്രാർത്ഥന: ദൈവമേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. ഈ വിശ്വാസത്തിൻ്റെ പിന്തുടർച്ച ഉറപ്പാക്കുകയാണ് ദൈവം തമ്പുരാൻ തൻ്റെ കൽപ്പനയിലൂടെ ഏലിയാവിനോട് ചെയ്തത്. നീ ഹോരേബ് പർവ്വതത്തിൻ്റെ ഗുഹാമുഖത്ത് നിൽക്കേണ്ടവനല്ല. കുറച്ച് മണിക്കൂറുകൾ മുമ്പേ നീ ചൂരച്ചെടി ചുവട്ടിൽ കിടന്നവനാണ്. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ജീവിതയാത്രക്കാര ബഹുദൂരം യാത്ര ചെയ്യേണ്ടവൻ നിരാശയിലെ അടിത്തട്ടാണ് ജീവനെ എടുക്കുക. എനിക്ക് മതി ജീവിതം, എന്നെ എങ്ങനെയെങ്കിലും നീ വിളിച്ചാൽ വലിയ കാര്യം, അല്ലേ ഞാൻ ജീവന് അപായം വരുത്തും. ആ മനുഷ്യനോട് ഈ ഗുഹയിൽ പാർത്ത് ഒരു ദിനം കൊടുങ്കാറ്റിലും വലിയ ശബ്ദത്തിലും തീയിലുമല്ല, ഒരു മൃദുസ്വരത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു: ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ആ ചോദ്യം ഓരോരുത്തർക്കും ചോദിച്ചാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. ചിലരുടെ സൈക്കിൾ വെട്ടി ഷാപ്പിലേക്ക് അങ്ങ് പോവുക. അവർ കയറുന്നെന്നല്ല പറയുന്നത്. അവിടെ വരുമ്പോൾ സൈക്കിൾ അങ്ങോട്ടങ്ങ് വെട്ടിപ്പോവുക. ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിൻ്റെ ജീവിതത്തിൽ ഇനിയും എത്രയോ കാര്യങ്ങൾ സാധിക്കേണ്ടിയിരിക്കും. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജനത്തെ ഉറപ്പിക്കുന്നതിന് നിൻ്റെ സ്ഥാനത്ത് പകരം എലീശാവിനെ അഭിഷേകം ചെയ്യേണ്ടിയിരിക്കും. നമ്മുടെ ഓരോരോ ചെറിയ ജോലികളും കടമകളുമായിരിക്കാം. അതെല്ലാം വിശ്വസ്തമായി ഇന്ത്യക്കാർ ചെയ്താൽ ഇന്ത്യയുടെ വളർച്ച അഭൂതപൂർവമായിരിക്കും. ഈ ലോകക്കാർ എത്തി നോക്കും ഇതെന്ത് സംഭവിച്ചു. 8 മണിക്കൂറുണ്ടെങ്കിൽ എത്ര മണിക്കൂർ പണി ചെയ്യുന്നു? അതൊന്നും ദൈവത്തിൻ്റെ വേലയല്ലെന്ന് തെറ്റിദ്ധരിച്ച് പന്തൽ കീഴിലിരിക്കാം, പള്ളിയിൽ പോകാം, കൂട്ടായ്മയിൽ പങ്കെടുക്കാം. ഏൽപ്പിക്കുന്ന ജോലി ചെയ്യാതെ ഇരുന്നാൽ ദൈവം തമ്പുരാൻ പറയും, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഒന്നാമതായി എലീശയെക്കുറിച്ച് പറയാനുള്ളത്, ജീവിതത്തിൽ പിന്നാലെ പോകുന്ന ഒരു മേൽത്തോട്ടക്കാരനാണ് എലീശ. ആ വയലിൻ്റെ ഉടമയാണ്. എന്നാൽ ഉഴവുകാർ നിരനിരയായി ഉഴുമ്പോൾ തൻ്റെ ഊഴം 12ാമതാണ്. ആ ആളിൻ്റെ മേലാണ് ഏലിയാവിൻ്റെ പുതപ്പ് വീഴുന്നത്. കർത്താവ് ജഡം ധരിച്ച് ലോകത്തിൽ വന്നപ്പോൾ നീ യജമാനനാകുവാൻ ആഗ്രഹിച്ചാൽ നീ ദാസനായി തീരണമെന്ന് പറഞ്ഞത്
ഈ സമയത്ത് അനുസ്മരിക്കുന്നത് നല്ലതാണ്. വയലിൻ്റെ ഉടമസ്ഥൻ ഉഴുതുമറിക്കലിൻ്റെ 12-ാം ഊഴത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ലജ്ജയാണ്. നമുക്ക് എല്ലായിടത്തും മുൻപന്തിയിലാവണം. ഇത് സെൽഫിയുടെ കാലം. ആരെ കിട്ടും പുറകിൽ നിൽക്കുവാൻ? നമ്മുടെ ജീവിതത്തിൽ ഈ കടിപിടിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നേടാതെ പോകും. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഔന്നത്യത്തിലേക്ക് പ്രവേശിപ്പാൻ കഴിയാതെ പോകും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ദൈവം തമ്പുരാൻ നമ്മെ ചിതറിക്കുന്ന തരത്തിലുള്ള അഹന്തയാണ്. 10 പുത്തൻ കിട്ടുന്ന രാജ്യത്തെ പ്രശ്നം തുടങ്ങിയെന്നറിയാമോ? ഗൾഫ് രാജ്യങ്ങളിൽ. ഒരിക്കലിത് കണ്ടതാണ്. ഇതാ ഒരു വയലിൻ്റെ ഉടമ തൻ്റെ വയലിൽ ഉഴുന്നവരുടെ കൂട്ടത്തിൽ 12-ാമത് നിന്ന് പിറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാം എൻ്റെ കൈപ്പാട്, എൻ്റെ കാൽപാദത്തിൻ്റെ പാടിനുള്ളിൽ എല്ലാം നടക്കണമെന്നുള്ള ശാഠ്യം എലീശ പ്രവാചകനില്ല. ആ പ്രവാചകനെയാണ് ശുശ്രൂഷയ്ക്കായി ദൈവം തമ്പുരാൻ എലിയാവ് മൂലം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ പലർക്കും വഴി മുടക്കുന്നവരാണ്. ആ 11 പേർക്കും മുൻപോട്ട് പോകാൻ സാധിക്കാതെ, ഉഴാൻ സാധിക്കാതെ പിന്തിരിഞ്ഞു പോകാം. അദ്ദേഹം പിൻപിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. വഴി മുടക്കാതെ വഴിയൊരുക്കിയ ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. വലിയവനായ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യഘാത്രനായ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പർവ്വതം വരെ കുലുങ്ങും. ആ മനുഷ്യൻ പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എന്നേക്കാൾ ബലവാനായ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകളെ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും മാമോദിസ നോക്കും. എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന നമുക്ക് ദൈവം തമ്പുരാൻ പോലും ചെറുതായി തോന്നുമ്പോൾ ഔന്നത്യത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും നമ്മൾ ഗ്രഹിച്ചില്ല എന്നർത്ഥം. അതോറിറ്റി ക്യാൻ അഫോർഡ് ടു വെയിറ്റ്. യഥാർത്ഥത്തിൽ മഹത്വമുള്ളവൻ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ മടിക്കില്ല. കാര്യം അതിനു മുമ്പേ വന്നവർ മുമ്പേ നിൽക്കുന്ന അത്ര മാത്രം. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഈ ഇടവകയിൽ ഒരു വഴക്ക് റിപ്പോർട്ട് വന്നപ്പോൾ എൻ്റെ പേരും വീട്ടുപേരും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ അത് തെറ്റിച്ചടിച്ചിരിക്കുന്നു. അത് 1 വർഷം പറഞ്ഞുകൊണ്ടിരിക്കും. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. യഥാർത്ഥ മഹത്വമുള്ളവർ ആ കാര്യങ്ങളൊക്കെ വളരെ ലഘുവായി കാണും. പേരച്ചടിച്ചു വന്നില്ല, അവരത് തിരുത്തുമായിരിക്കാം. നമുക്ക് ഈ കാര്യങ്ങളിൽ വളരെയധികം വളരേണ്ടിയിരിക്കുന്നു. ഈ പന്തലിന് കീഴെ ചെറിയ ഒരു വിശറി കിട്ടി, അതുമൊക്കെ വീശി വലിയ ചൂടാണല്ലോ, വല്ലതും കേൾക്കുന്നു തന്നെ എനിക്കറിഞ്ഞുകൂടാ. ചിലരെ ഉറക്കമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവം 121 കൺവെൻഷൻ കഴിഞ്ഞിട്ടും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇരിക്കുകയാണോ എന്ന് ദുഃഖിക്കുകയാണ്. ബേത്ലഹേം പുൽക്കൂട്ടിൽ യേശു കർത്താവ് ഏറ്റവും വലിയവൻ ജനിച്ചപ്പോൾ ഇപ്പോഴത്തെ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരെ പറയുന്നത് പെർഫോമൻസ് എന്ന് പറയാം, ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരെന്ന് പറയാം. കാലിക്കൂട്ടിൽ ഒരു ശിശു ജനിക്കുമ്പോൾ നമുക്കറിയില്ലേ, ഈ ലോകത്തിൽ അതിലും വലിയൊരു സംരംഭം, ഒരു പ്രോജക്റ്റ് ആരും ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് ആ വലിയ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് കാലിക്കൂട്ടിലാണ്. അതിലൂടെ ലോകത്തിലേക്ക് വന്നത് നിസ്സഹായനായ യേശു എന്ന ശിശുവാണ്. ഇങ്ങനെയാണോ ഇത്രയും വലിയ പ്രോജക്റ്റ് കൊണ്ടു നടക്കുന്നത്? നമുക്കെല്ലാം അത്ഭുതമാണ്. കടുക് മണിയോട് സദൃശം ഈ ആരംഭം, എത്രയും ചെറിയ ആരംഭം. എന്നാൽ ഇന്ന് 121 കൺവെൻഷൻ നടക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടിയിരിക്കുന്നു. അവൻ്റെ നാമത്തിൽ നാം തലകളെ വണക്കും. ഗ്രേറ്റ്നെസ് ക്യാൻ അഫോർഡ് ടു ബി ഇഗ്നോർഡ്. എത്രയോ പ്രാവശ്യം ജഡ്ജസ്, രാജാക്കന്മാർ യേശുവിനെ തരം താഴ്ത്തി പരിഹസിച്ച വിടുന്നു.
നമ്മുടെ ജീവിതത്തിൽ ഔന്നത്യമില്ലാതെ ഏതെല്ലാം വഴക്കുകൾക്ക് നമ്മൾ ഹേതുക്കളായി കാരണക്കാരായിത്തീരും. ജീവിതത്തിലെ മാറ്റം കർത്താവിൽ കൂടെ സാധിക്കും. പ്രാർത്ഥനാ മനുഷ്യരായ ഈ പ്രവാചകന്മാർ അവരുടെ പ്രാർത്ഥനയാൽ സാധിച്ചത് കണ്ട് ജനങ്ങൾ ആർത്ത് ഉല്ലസിച്ച കാര്യങ്ങൾ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണാം. നമ്മുടെ ജീവിതത്തിൽ എന്താ സ്ഥാനമാണ് ഇതിനൊക്കെ ഉള്ളത്? എവിടെയെങ്കിലും നമുക്ക് സ്ഥാനം കിട്ടി അവിടെ ഇങ്ങനെ വിലസിയില്ലെങ്കിൽ നമ്മളെ ആരെയും ആ കാര്യത്തിൽ കിട്ടത്തില്ല. ആ സ്ഥലത്തോട് ആ ആളിനെ കാണാൻ പിന്നെ പ്രയാസമാണ് ആ സ്ഥലത്ത്. ഇതിൽ നിന്ന് നമുക്കൊരു മാറ്റം എന്നുണ്ടാകും. നമ്മളറിയാതെ നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും ലോകക്കാർ തന്നെ ആരും അറിയാതെ എത്രയോ ആളുകൾ ഈ ലോകത്ത് പണിയെടുക്കുന്നത് കൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതവും സാധ്യമായി തീരുന്നത്. ഇതാ ഉടമസ്ഥൻ മേൽനോട്ടക്കാരനാണെങ്കിലും പിന്നാലെ ഉഴവുകാരുടെ കൂടെ കൂടുന്നതായിട്ടുള്ള എലിശയുടെ മേലാണ് ഏലിയാവിൻ്റെ അങ്കി വീഴുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ നിസ്സഹായരായി തീർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ ചോദിച്ചു, നിങ്ങളുടെ മകനോ മകളോ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നുവെന്ന് ചിന്തിക്കുക. നിങ്ങൾ മൊബൈൽ കൊടുത്തിട്ടുണ്ടെന്നറിയാം. നിങ്ങൾക്ക് പിന്നെ തോന്നി ഈ പ്രായത്തിന് അത്ര പറ്റിയതല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അവരെ അടിച്ചു പിടിച്ചല്ല, അവരെ സ്നേഹത്തോടെ ഉപദേശിച്ച് ഇനി ആവശ്യമുള്ള ഒരു വയസ്സ് ആ ഘട്ടത്തിൽ നിനക്ക് തരാം, നീ അത് എൻ്റെ കയ്യിൽ മടക്കിത്തരണം, നിനക്ക് അതിൻ്റെ ഉപയോഗം ഗുണമല്ല എന്ന് ഞാൻ മനസ്സിലാക്കും. ഒറ്റയാൾ പോലും എഴുന്നേറ്റൊരു മറുപടി പറഞ്ഞില്ല, ഇരുന്നു കൊണ്ടും പറഞ്ഞില്ല. അവർ പറഞ്ഞത് അത് നടക്കില്ല. കാരണം ചോദിച്ചപ്പോൾ പല കാരണങ്ങളിൽ ഒന്ന് അവൻ പറഞ്ഞു, ഞാൻ ജീവൻ ഒടുക്കിക്കളയും എൻ്റെ മൊബൈൽ തിരികെ വാങ്ങിയാൽ. നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളെവിടെ? 1,00,000-ൽ പരം ആളുകൾ കാണും ഈ പന്തലിൽ. മടങ്ങിപ്പോകുന്നത് വീടുകളിലേക്കാണ്. ആ വീട്ടിലെ സാഹചര്യമാണ് ഈ പറഞ്ഞത്. അതൊന്നും വിരോധിക്കാനോ അങ്ങനെ അല്ല എന്ന് പറയാനോ ആർക്കും ധൈര്യമുണ്ടാകുകയില്ല. നമ്മളെല്ലാം അടുത്തൊക്കെ ഉള്ളവരാണ്. കുഞ്ഞുങ്ങളെ ഭയമാണ്. ഇതെന്തൊരു ഗതികെട്ട കാലമെന്ന് പറഞ്ഞു പോകും. ഗതികെട്ടെന്നും പറയേണ്ട കെട്ടകാലമെന്ന് പറഞ്ഞാൽ മതി. വലിയ പ്രയാസം പിടിച്ച ഒരവസരമാണ്. നമുക്ക് ഇതിൽ നിന്ന് കരകയറുന്നതിന് ഏലിയാവിൻ്റെയും എലിശയുടെയും ജീവിക്കുന്ന ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൈമുതലാക്കുകയും അവൻ്റെ ഹിതമറിഞ്ഞാൽ അനുസരിക്കുകയും ചെയ്യുവാൻ ഈ എലിശയെപ്പോലെ അടുത്ത പോയിൻ്റ് അതാണ്. വളരെയധികം പിന്നോട്ട് നോക്കാത്ത അനുഗാമി. നമുക്കതൊക്കെ എത്രയോ പ്രാവശ്യമായിട്ടറിയാം. നവീകരണം തന്നെ അതാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം ഇനി പിന്നോട്ടില്ല. ഞങ്ങൾ കണക്ക് നോക്കുന്നില്ല, എന്തെല്ലാം നഷ്ടപ്പെട്ടു നോക്കുന്നില്ല. ഞങ്ങൾ മുന്നോട്ടെന്നല്ലാതെ ഇനിയും പിന്നോട്ടില്ല. അതാണ് നവീകരണത്തിൻ്റെ ആദ്യ തലമുറക്കാർ നമുക്ക് വേണ്ടി ചെയ്തത്. നമുക്ക് എന്ത് ലാഭം കിട്ടും, എവിടെ പണം കിട്ടും, എന്തെല്ലാം എനിക്ക് സൗകര്യങ്ങൾ ലഭിക്കും, പള്ളിയിൽ കൂടിയാൽ തന്നെ എന്തെല്ലാം സൗകര്യങ്ങൾ, ഇതെല്ലാം ചിന്തിച്ചിരുന്നാൽ നവീകരണ സഭയിലെ മെമ്പറാന്ന് പറഞ്ഞു ഊറ്റം കൊള്ളാമെന്നല്ലാതെ ദൈവം കേട്ടിട്ട് ലജ്ജിക്കുകയാണ്. ആ പഴമക്കാരുടെ വിശ്വാസദാർഢ്യവും അവരുടെ പ്രാർത്ഥന കൈമുതലായി ജീവിതത്തിൽ മുൻപോട്ട് പോയതും അനുകരണീയമായ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ കണക്കുകൾ കൂട്ടുന്നുണ്ട്, യാതൊരു സംശയമില്ല. നമ്മൾ മാത്രമല്ല, കർത്താവിൻ്റെ ശിഷ്യന്മാരും അത് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുമ്പോൾ പടക് കരയ്ക്ക് അടുപ്പിച്ച് ചേർത്തിട്ടിട്ടാണ് പോയത്. ചിലപ്പോൾ എന്തെങ്കിലും ഈ പോക്കിൽ നമുക്ക് പ്രയാസമുണ്ടായാൽ, ഉണ്ടായോ ഇല്ലയോ എന്ന് നമുക്കറിയാം. യേശു കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ എന്നോട്? ഐ ആം ഗോയിങ് ടു ജെറൂസലം ടു ഡൈ. ഞാൻ ക്രൂശിലേക്കും യെരുശലേമിലേക്കും പോകുന്നു. നിങ്ങൾക്ക് വരുവാൻ മനസ്സാണ്?
അവർ വിചാരിച്ചു വല്ല കാർണിവലിന് ടിക്കറ്റ് എടുത്ത് നമ്മളെ കൊണ്ട് പോകാൻ. അതാണ് ഈ യാത്രയെന്ന് ചിന്തിച്ചിരുന്നവർക്ക് അവരുടെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്ത് ഇനിയും ഇവൻ്റെ കൂടെ ഇല്ല, പഴയ പടകിലേക്ക് തിരിയാം. അതവിടെ റിസർവ് ചെയ്ത് പടക് കരയ്ക്കടുപ്പിച്ചിട്ടിരുന്നത് കൊണ്ട് ആവശ്യം വന്നപ്പോൾ ഉപയോഗപ്പെടുത്താനായിട്ട് സൗകര്യം ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ ശിഷ്യനായി ഇറങ്ങിത്തിരിക്കുന്നത്. എന്നാൽ എലീശയ്ക്ക് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് കലപ്പയും മരക്കോപ്പും കാളയും പിന്നെയില്ല. കാളയെ ഹോമം കഴിച്ചു. കലപ്പയും മരക്കോപ്പും തീയിട്ട ചുട്ടുകൾ. ഇനിയും ഈ പഴയ പണിക്കിനിയില്ല. പിന്തിരിഞ്ഞ് വന്നെന്തെങ്കിലും ഈ കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ ആ കാര്യമേ അവിടെ ഇല്ല. കാളയും പോയി, കലപ്പയും പോയി. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് യോഗ്യരല്ല എന്ന് കർത്താവ് പിന്നീട് പറയുന്നുണ്ട്. എലീശ അത് മുന്നമേ കേട്ട് അനുസരിച്ചയാളാണ്. നമ്മുടെ ജീവിതം വിലപേശലിൻ്റെ ജീവിതമാണ്. വിശ്വാസവും ആധ്യാത്മികതയും ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന തരത്തിൽ കോംപ്രമൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായി തീർന്നിരിക്കുന്നു. നമ്മുടെ ക്രിസ്തു മാർഗത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരൊന്നിച്ചുകൂടി ആലോചിക്കുന്നു, യോജിക്കണോ, ഒന്നിച്ചു പോകണോ, അതിനെന്തു പേരാണ്. ഒടുവിൽ അത്രയും സംവേദനക്ഷമതയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഒന്നും മിണ്ടാനില്ല. മിണ്ടാതിരിക്കുന്നത് ഏറ്റവും വലിയ സംവേദനക്ഷമതയായിട്ട് അവർ കണ്ടു. ഇതെന്തൊരു കാലമാണ്. അവരാകെ കണ്ടുപിടിച്ച വാക്ക് നീക്ക് പോക്കുകൾ എന്നാണ്. നമ്മുടെ മതപരമായ മാർഗത്തിൽ, ക്രിസ്തു മാർഗത്തിൽ വെള്ളം ചേർക്കുന്നതിനും ഒരതിരുണ്ട്. അതിനപ്പുറം പോയി നീക്കുപോക്കുകളുടെയും നമ്മുടെ ജീവിതത്തിൽ വിട്ടുവീഴ്ചകളുടെയും പ്രായോഗികതയ്ക്കാണ് വിജയം എന്ന് പറയുന്നത്. നമ്മളെല്ലാം വിജയാളികളാണ്. യേശു ക്രിസ്തു ക്രൂശിൽ നേടിയ വിജയവുമായി യാതൊരു ബന്ധമില്ലാത്ത വിജയത്തിൽ നമ്മൾ ആഹ്ലാദിക്കുന്നവരാണ്. വിട്ടുവീഴ്ചകളുടെയും നീക്കുപോക്കുകളുടെയും പ്രായോഗികതയ്ക്ക് വിജയമെന്ന് പറയുമ്പോൾ കുരിശിൽ അൺകോംപ്രമൈസിങ് സ്റ്റാൻഡ്, യാതൊരു തരത്തിലും വ്യത്യാസം വരുത്തുവാൻ, വെള്ളം ചേർക്കാൻ അനുവദിക്കാത്ത കർത്താവ്, ഇതല്ലാതെ മനുഷ്യരക്ഷയ്ക്ക് മറ്റു വഴിയില്ല എന്ന് കണ്ട് ശാന്തനായി ക്രൂശിലേക്ക് പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, നിൻ്റെ മാർഗം എങ്ങനെയുള്ളത്? നിന്നിൽ നിന്ന് ധാർമ്മികതയും വിശ്വാസദാർഢ്യവും ഞാൻ ആഗ്രഹിക്കുന്നു. അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള സ്റ്റാൻഡ്. വി ആർ ലിവിങ് ഇൻ എ ഏജ് ഓഫ് കോംപ്രമൈസ് ആൻഡ് ആപ്പതി. യാതൊരു തരത്തിലും മറ്റുള്ളവൻ്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത കോംപ്രമൈസിങ് ആയിട്ടുള്ള സമീപനത്തിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകാമായിരിക്കാം പല ബുദ്ധിമുട്ടുകളിൽ നിന്നും. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും അത്തരത്തിൽ സാധിക്കുകയില്ല. 5 അപ്പം 2 മീൻ. ശിഷ്യർ ഒരു ബാലൻ യേശുവിൻ്റെ കയ്യിൽ അർപ്പിച്ച ശേഷം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ചാണെങ്കിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഞാനാണ് ഈ ഭക്ഷണം സാധ്യമാക്കിയതെന്ന് 5000 പേരും അറിയത്തക്കവണ്ണം യേശുവിൻ്റെ കൂടെ നിന്ന് മാറാതെ നിൽക്കും. ഈ ഭക്ഷണത്തിൻ്റെ സ്പോൺസർ ഞാനാണ്. നമുക്കറിയില്ലേ, വേദപുസ്തകത്തിൽ അബദ്ധം പറ്റുന്നതല്ല. ആ ബാലൻ്റെ പേര് ചേർക്കാത്തത്, അവനിത് കൊടുത്തിട്ട് അവിടെ പന്തിയിലിരുന്നവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നതല്ലാതെ അവൻ്റെ പേര് ബൈബിളിൽ കാണുന്നില്ല. ഇങ്ങനെ നമുക്ക് അനുമാനിക്കാം. അവൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നാം ഓരോരുത്തരുടെയും പേര് ചേർക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തമായ ആഹ്വാനമായിട്ട് അതിനെ കരുതുന്നത് നല്ലതാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പേരും പെരുമയും ഇല്ലെങ്കിൽ. നമ്മളിങ്ങനെ പോയാൽ എങ്ങനെയാവും? നമുക്ക് ദൈവത്തിൽ
ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കണം. യോഹന്നാൻ്റെ അഭിമാനം അതായിരുന്നു. വലിയവനായ കർത്താവ് എളിയവനായി എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, സ്നേഹിക്കുന്നു. ആ പ്രത്യേക കാര്യത്തിൽ അഭിമാനമുള്ളവരായി എല്ലാവർക്കും പരസ്പരം സ്നേഹിതരായി മുൻപോട്ട് പോകുന്നതിന് നമുക്ക് സാധിക്കണം. ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒരു നല്ല ചങ്ങാതിയായി എലിശ ഏലിയായിക്ക് തീരുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ വാക്യമുണ്ട്: എലിശ എൻ്റെ കയ്യിൽ വെള്ളം പകർന്നവനാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. എലിശ ഏലിയാവ് പറയുന്നു, എൻ്റെ കരങ്ങളിൽ വെള്ളം പകർന്നവനാണ്. എൻ്റെ കയ്യിൽ കുർബാന മധ്യേ ഒരച്ഛൻ വെള്ളം പകർന്നാൽ ഇങ്ങനെ ഇതൊക്കെ എൻ്റെ കാര്യമാണെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ സ്ഥാനത്തിന് അങ്ങനെ ചെയ്യണം. കാലം ചെയ്ത അലക്സാണ്ടർ തിരുമേനി ഞാൻ ഓർക്കുന്നുണ്ട്, ചെറിയ ശബ്ദത്തിൽ താങ്ക് യു എന്ന് പറയും. പറയണോ പറയണ്ടായോ ഇതൊന്നും വിഷയമല്ല. എന്നാൽ മറ്റുള്ളവരും വലിയവരാണ്. ഏലിയാവ് പറയുന്നു, എലീശ എൻ്റെ കയ്യിൽ വെള്ളം പകർന്നവനാണ്. തൻ്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ച് അനുഗമിച്ച ചങ്ങാതിയാണ്. പടക് പലയിടങ്ങളിൽ നമ്മൾ കരയ്ക്ക് ചേർത്ത് വച്ചിട്ടുണ്ട്. വല്ല ഏടാകൂടവും ഈ പോക്കിൽ സംഭവിച്ചാൽ, വലിയ ഭാഷയെ പറഞ്ഞാൽ, യേശുവിൻ്റെ പിന്നാലെ പോയി ഏടാകൂടത്തിൽ പെടാത്തവരാരാ? അപ്പോൾ അതിനുള്ള ബുദ്ധി നമുക്കുണ്ട്. അതിന് പലയിടങ്ങളിലായി പടക് ചേർത്ത് വച്ചിരിക്കുക. അവിടെ പറ്റിയില്ല, ഇവിടെ വന്ന് ഇതും കൊണ്ട് പോകാൻ ജീവിക്കണ്ടേ? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കാതിരിപ്പാൻ, ആ പ്രലോഭനത്തിൽ വീഴാതിരിപ്പാൻ ബുദ്ധിയായിട്ട് ചെയ്യുകയാണ് എലിശ. കലപ്പയ തീ വെച്ച് നശിപ്പിച്ചു, കാളയെ ഹോമം കഴിച്ചു. ഇനി എവിടെ തിരികെ പോകാൻ? അവൻ്റെ വഴിയിൽ ചരിക്കുകയല്ലാതെ വേറെ ഗതിയൊന്നുമില്ല. അച്ഛന്മാരാകുന്നത്, കർത്താവിൻ്റെ വേലക്കാരാകുന്നത് തെറ്റിദ്ധരിക്കരുത്. അതിന് രണ്ട് അർത്ഥമുണ്ട്. ഒന്ന്, ഗതി കെട്ടിട്ടാണ് അച്ഛനായെന്ന് പറയുന്നത് നല്ലതാണ്, അതാ ശരിയായ ഉത്തരം. വേറെ ഒരു വാതിലും മുൻപോട്ട് പോകാൻ എനിക്ക് അനുകൂലമായി തുറന്നിട്ടില്ലായിരുന്നു. ഇത് മാത്രമാണ് എൻ്റെ ഗതി. നമ്മൾ വിചാരിക്കും പട്ടിണി കൊണ്ടുവന്ന, അങ്ങനല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം. എനിക്ക് വേറൊരു വഴി വാതിലും തോന്നുന്നതായി എൻ്റെ ജീവിതത്തിൽ തോന്നിയില്ല. ഈ വഴിയല്ലാതെ എലിശ തൻ്റെ സ്വത്തെല്ലാം എരിച്ചു കളയും, ദൈവരാജ്യ കെട്ടുപണിക്കായും ദൈവരാജ്യത്തിനു വേണ്ടി. ഏലിയാവിൻ്റെ നല്ല ചങ്ങാതിയായി പിന്നോട്ട് പോവുകയാണ്. ആരാണ് ചങ്ങാതി, സ്നേഹിതൻ? ആർക്കറിയാം? മാർസിയോ എന്ന ഒരു കൂലിപ്പണിക്കാരൻ, നല്ല ഗായകൻ കൂടെയാണ്. തലമുടി വളർത്തിയിട്ടുണ്ട്, നീട്ടി വളർത്തിയിട്ടുണ്ട്. പണി ചെയ്യുമ്പോൾ അതൊക്കെ കെട്ടിവെക്കും. ചിലപ്പോൾ ആളുകളുടെ മധ്യേ നിന്ന് പാടും. പാട്ടിൻ്റെ കൂടെ അദ്ദേഹം ഡാൻസ് ചെയ്യുന്ന പോലെ ചാടും. അതനുസരിച്ച് പാട്ടിൻ്റെ താളത്തിനൊത്ത് ഈ മുടിയിഴകൾ ഉലഞ്ഞാടും. ഒരു ദിവസം അദ്ദേഹം പണിസ്ഥലത്ത് കുഴഞ്ഞു വീണു. ആളുകൾ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ ക്യാൻസറാണ്. ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിലെ നിലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ അന്തം വിട്ടുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. താൻ പാടുമ്പോൾ ആ പാട്ടിൻ്റെ താളത്തിനൊത്ത് ഈ ചുരുളൻ മുടി അഴിഞ്ഞ് ഉലയുന്നത്, ആടുന്നത് കണ്ട് രസിച്ചിട്ടുള്ളയാൾ തൻ്റെ തലമുടി മുഴുവൻ പോയിരിക്കുന്നു. ഏതായാലും ഗ്രാമത്തിലേക്ക് തിരികെ വന്നപ്പോൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച കാര്യം, അതിൻ്റെ കവാടത്തിൽ കുറുകെ വലിയൊരു ബാനർ വലിച്ചു കെട്ടിയിരിക്കുക. മാർസിയോനിന് സ്വാഗതം. ഞങ്ങളുടെ ചങ്ങാതി മാർസിയോന് സ്വാഗതം. അതിനിടയിൽ വലിയൊരു മനുഷ്യൻ ഫ്ലാറ്റിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം സ്നാപകയോൻ്റെ ശബ്ദമാണ്.
ദേ മാർസിയോ. അപ്പോൾ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം വീടുകളിൽ നിന്നിറങ്ങി അവരുടെ ഗ്രാമക്കാരനെ സ്വാഗതം ചെയ്തു. മാർസിയോ കരയുകയും ചിരിക്കുകയും ചെയ്തു. ചിരിച്ചത് ഇവരിത്രമാത്രം എൻ്റെ ദുഃഖത്തിൽ ഏകീഭവിച്ചിരിക്കുന്നു. കരഞ്ഞത് എൻ്റെ വികാര വിചാരങ്ങളെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ്, കരച്ചിലും ചിരിയും. ഈ ലോക ജീവിതത്തിൽ ആരാണ് ചങ്ങാതി എന്ന് ചോദിച്ചാൽ, ആരെ സ്നേഹിക്കുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളലുകളും സാഹചര്യങ്ങളും ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നവൻ മാത്രമാണ് ചങ്ങാതി. ജീവിതത്തിൽ എത്രയുണ്ടെന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചാട്ടെ. ഈ പിള്ളേരോട് ചോദിച്ചാൽ ഒബാമ വരെ ഫ്രണ്ടാണ്. ഫേസ്ബുക്കിൽ ലക്ഷക്കണക്കിന് സ്നേഹിതരെ. ഞാൻ ആ കുഞ്ഞുങ്ങളോട് നേരിട്ട് പറയും, കുഞ്ഞുങ്ങളെ, ജീവിതം കണ്ടില്ല. ഇതിൻ്റെ പരിപരുത്ത വശങ്ങളിൽ നിന്നോട് ചേർന്ന് നിൽക്കാൻ അമേരിക്കയിൽ നിന്ന് ആൾ വരും. ഒരുത്തനും ഇവിടെ ഉള്ളവരും വരുന്നില്ല. യേശു കർത്താവ് ഇഷ്ടപ്പെട്ട വാക്കാണ് സ്നേഹിതൻ. അവസാനത്തെ സദ്യയിൽ ലാസ്റ്റ് സപ്പറിൽ യേശു കർത്താവ് ഉപയോഗിച്ചതാണ്, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്നല്ല സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. ഏലിയാവിൻ്റെ അനുഗ്രഹീത സ്നേഹിതനായി അനുഗമിക്കുന്ന എലീശയെ കാണാം. നമുക്ക് ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങൾ വന്നിട്ടുണ്ട്. മാതാപിതാക്കൾക്കൊന്നും ചെയ്യാൻ വയ്യാതെ നിസ്സഹായരായി നിൽക്കുക. ഒന്നാമതേ അവർ പറയുന്ന ഭാഷ പിടിയില്ല, അവർ ഇംഗ്ലീഷേ പറയുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്ന് ഇനി സാറിനെ വിളിച്ചാൽ അറിയാം. ഇതൊരു വല്ലാത്ത കാലമാണ്. ഫേസ്ബുക്കിൽ കൂടെ 10,000 അവരുടെ സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കുറച്ച് മുൻപോട്ട് പോയവർക്കറിയാം ആരാണ് സ്നേഹിതൻ. മാർസിയോ തൻ്റെ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ എഴുതി വച്ചിരിക്കുന്നു, ഞങ്ങളുടെ ചങ്ങാതി മാർസിയോയ്ക്ക് സ്വാഗതം. അവരുടെ മുടിയെല്ലാം മുണ്ടനം ചെയ്തിരിക്കുന്നു. തൻ്റെ പാട്ടുകാരനോടുള്ള ഏകീഭാവം അത് പ്രകടിപ്പിക്കുന്നത്. അവനാണ് സ്നേഹിതൻ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞത് ഭാഗ്യമെങ്കിൽ അവൻ നമ്മെ സ്നേഹിതരെന്നെണ്ണിയതുകൊണ്ട് മാത്രമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരേ പന്തിയിൽ അവനോടുകൂടെ ഇരിക്കുവാൻ സാധിക്കുന്നത്. നമുക്കാർക്കും അത്തരത്തിലുള്ള VIPസിൻ്റെ കൂടെ നമ്മുടെ ഒരു പാർട്ടിക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് അവരോട് പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ സ്നേഹിതൻ്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കും. ഏറ്റവും അവസാനം കർത്താവിൻ്റെ ജീവിതത്തിലെ അങ്ങേയറ്റത്തെ ഇരുട്ടിൻ്റെ സമയമാണ്. എല്ലാവരും ഓടിപ്പോകും. ഒരുത്തൻ ഒറ്റിക്കൊടുക്കാൻ വരും. അവനോട് കർത്താവ് ചോദിച്ച ചോദ്യം ഇതാണ്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? ഒരു ചിന്തകൻ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതി, ജീസസ് വാസ് ടാപ്പിംഗ് അപ്പോൺ ദ പൊട്ടൻഷ്യൽ ഗുഡ്നെസ് ഓഫ് ജൂഡസ്. സ്നേഹിത എന്നുള്ള അഭിസംബോധനയിലൂടെ എന്തെങ്കിലും നന്മ അവനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്മേൽ തട്ടി ഉജ്ജ്വലിപ്പിക്കുവാനായി അവസാനത്തെ ശ്രമം കൂടെ യേശു നടത്തിയതാണ്. 121 കൺവെൻഷനിൽ കർത്തൃ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവസാനം എൻ്റെയും നിങ്ങളുടെയും പേര് വിളിച്ച് സ്നേഹിത എന്ന് വിളിച്ച്, നിനക്കിവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കുമ്പോൾ, എനിക്കും നിന്നോടൊത്ത് ദൂരയാത്ര ചെയ്യാനുണ്ട്. നീ എവിടേക്ക് പോകുന്നു അവിടെയാണ് ഞാനും വരുന്നത്. നീ എവിടെ എന്നെ സ്വീകരിക്കും, ഒടുവിൽ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സ്വർഗം. ഇതിൻ്റെ അവസാന ഭാഗം കുഴിമാടവും അസ്ഥിയും ജീവിക്കുന്ന പോലെയാണ്. ദുർഗന്ധം വമിക്കുന്നതിന് പകരം ജീവൻ്റെ ഉറവിടമായി തീരും. പുനരുദ്ധാനത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് പകർന്നു തരുന്നു എലീശയുടെ കുഴിമാടം. കർത്താവിൻ്റെ കുഴിമാടത്തിൽ ആളുകൾ വന്നിരുന്നു. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ അവർ കേട്ട ശബ്ദം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരു കത്തോലിക്ക ദേവാലയം പാഷൻ വീക്ക് അഷ്ടാനുഭവാഴ്ച
നമുക്ക് കഷ്ടമേ ഉള്ളൂ. എന്നാൽ അപ്പമെടുക്കുമ്പോൾ പറയുന്ന വാക്ക് വളരെയധികം അർത്ഥവത്താണ്. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് യേശു ഒരുങ്ങിയപ്പോൾ തൻ്റെ കൈകളിൽ അപ്പമെടുത്തു. നമ്മുടെ കഷ്ടപ്പാടുകൾ രക്ഷാകരമാണ്. ഏതായാലും ഈ കത്തോലിക്ക അച്ഛനും പീഡാനുഭാഴ്ചയിലെ ശുശ്രൂഷയെല്ലാം മുറയ്ക്ക് യാതൊരു വിഘ്നവും വരാതെ ചെയ്തുകൊണ്ടിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച വന്നു. അതിന് യോജിച്ച തരത്തിൽ അൾത്താര തയ്യാറാക്കുവാൻ കന്യാസ്ത്രീകളുണ്ടായിരുന്നു. കുരിശും അതിനെ ചുറ്റി മുള്ളും നന്നായിരിക്കുന്നുവെന്ന് അച്ഛന് തോന്നി. ഈസ്റ്ററിന് വെളുപ്പം കാലത്ത് അച്ഛൻ പള്ളിയിലേക്ക് പ്രവേശിച്ച് ദൂരെ നിന്ന് തന്നെ കണ്ടു. യാതൊരു വ്യത്യാസവും കന്യാസ്ത്രീ അമ്മമാർ ആ അറേഞ്ച്മെൻറ്റിൽ ചെയ്തിട്ടില്ല, ക്രമീകരണത്തിൽ. അടുത്ത് ചെന്നപ്പോൾ അച്ഛന് മനസ്സിലായി അവരുടെ ക്രമീകരണം ശരിയാണ്. വെള്ളിയാഴ്ച ഞാൻ കണ്ട ആ കുരിശിനെ ചുറ്റിപ്പറ്റി ക്രമീകരിച്ചിരിക്കുന്നതായിട്ടുള്ള വള്ളികളുടെ ഇടയിലെല്ലാം സൂനങ്ങളുണ്ടായിരുന്നു, പുഷ്പത്തിൻ്റെ മുട്ടുകൾ. 3 ദിവസം കൊണ്ട് അതെല്ലാം വിരിഞ്ഞിരിക്കുന്നു. സുഗന്ധം മധുബ മുഴുവൻ. എന്തൊരു നല്ല ക്രമീകരണമാണിത്. നല്ല പ്രവാചകൻ്റെ കുഴിമാടം ജീവൻ്റെ ഉറവിടമായി തീരുമ്പോൾ ഈ ലോകത്തെ ആളുകൾക്ക് വേണ്ടി കർത്താവ് രക്തമൂറ്റിത്തന്ന ആ കർത്താവിൻ്റെ രക്ഷകൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ ലോക ആളുകൾക്ക് ജീവൻ്റെ ഉറവിടമായി തീരുകയാണ്. നമുക്കതുകൊണ്ട് ഈ മണ്ണിൽ ചവിട്ട് നിൽക്കണം. ജീവിക്കുന്നിടത്തോളം കാലം അനന്തതയിലേക്ക് നോക്കണം. അത് സാധ്യമാക്കിയത് കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്. എലീശായുടെ കുഴിമാടം വരെ സജീവമായി തീരും. മരണം ജയിച്ച വീര, നീ ജീവനെ നൽകുന്നവൻ മാത്രമല്ല ജീവിപ്പിക്കുന്നവനുമാകും. ഞങ്ങളുടെ കൺവെൻഷനിലെ വചനാശുശ്രൂഷയിലൂടെ, വചനക്കേൾവിയിലൂടെ നീ ആഗ്രഹിക്കുന്ന മനുഷ്യരായി തീർന്ന് നിൻ്റെ ഹിതം ചെയ്ത് നിൻ്റെ മഹത്വത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്കും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വൈഷമ്യങ്ങൾ വലിയതായിട്ട് വരും. ഈ പ്രത്യേക കുരിശിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പറയാവുന്നത് 3 ദിനം കൊണ്ട് ഈ മുള്ളുകൾ, അതിനിടയിലെ സൂനങ്ങൾ, വളരെയധികം ബദ്ധപ്പാടുകൾ, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്, disillusionment, everything will blossom into flowers of rarest beauty and perfume if we can endure these sufferings for 3 days. 3 ദിനമെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തെ കരുതലിനെ സംശയിക്കാതെ ഇരിക്കുമെങ്കിൽ ഈ കഷ്ടപ്പാടുകളും പീഡാനുഭവങ്ങളും സുന്ദര സൂനങ്ങളായി മറഞ്ഞിരുന്നത് പുഷ്പങ്ങളായി പുഷ്പിച്ച് നമുക്ക് സുഗന്ധം പകരും. കർത്താവിനോടുള്ള യാത്ര ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. ആർക്ക് ഇത് സാധിക്കും? അത് വലിയ വലിയ ആളുകൾക്ക് സാധിക്കും. അല്ല, സാധാരണക്കാർക്ക് സാധിക്കുമെന്നുള്ളൊരു ഭാഗം ഈയിടെ ഒരു മാഗസിനിൽ അച്ചടിച്ചു വന്നു. അത് വായിച്ച ശേഷം പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളിമണി അടിക്കുന്നതിന് മുമ്പ് അടുക്കളയിലെ തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. വിളമ്പിക്കൊടുത്ത് തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്നോതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ. മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി അലാറമടിക്കും മുമ്പേ ഉണരുന്നൊരു ശരീരമുണ്ട് വീട്ടിൽ. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധമായി ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോടെ കാത്തിരിക്കുന്ന
ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കാതെ പോയ മദർ തെരേസയുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയൊരു നിലവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോലുമായ ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ. ഭംഗിയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പുവയ്ക്കാൻ അപ്പ വന്നാൽ മതിയെന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്നൊരു പാവമുണ്ട് വീട്ടിൽ. മകൻ യാത്ര പറഞ്ഞ് പടികളിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാഖയുണ്ട് വീട്ടിൽ. ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പോൾ, അർത്ഥം മരിക്കുമ്പോൾ, കരയുന്നൊരു വീടും വാടിത്തളർന്ന പൂവുകളും പറയും, അമ്മയില്ലാത്തൊരു വീട് വീടേ അല്ലെന്ന്. ദൈവം തമ്പുരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നനഞ്ഞ പ്രാർത്ഥനയോടെ. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നു ഞാൻ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം. അറിയുന്നു ഞാൻ അപരാധിയാണെങ്കിലും അകലാതെ നിൻ പാദം അണയുന്നിതാ. അർപ്പിക്കുവാനില്ല പൊന്നും ധനങ്ങളും അറിഞ്ഞു കൈക്കൊള്ളുകൻ നീറും മനം.